ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ചേരുവ ഉരുളക്കിഴങ്ങ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചൂടായിക്കോട്ടെ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. നല്ലവണ്ണം ഒന്ന് ചൂടാകട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ ആദ്യം ലേശം ഉപ്പിടുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് വഴന്നിട്ട് നമുക്കിങ്ങനെ മസാല ഇട്ട് കൊടുക്കാം. ഇത് വഴന്നിട്ടുണ്ട് കുറച്ച്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ മസാല ഇടുന്നേ, അതൊരു ടീസ്പൂൺ. ലേശം വഴന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ചുപ്പല്ലേ ഇട്ടുള്ളൂ, ഇനി കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ആദ്യം കുറച്ചുപ്പ് ഇട്ടുള്ളൂ, അതുകൊണ്ടാണ് ലേശം കൂടി ഇട്ടത്. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വേവാൻ മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി മെല്ലെ ഒന്ന് ആവി കയറിയാൽ മതിയാവും. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആവി കയറി കിട്ടും. ഇനി ഇത്തിരി കുരുമുളക് പൊടി ലേശം തൂളിയിട്ട് നമുക്കിത് വാങ്ങാം. പാത്രത്തിലെടുക്കാം. ഇവിടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.